ഞങ്ങളിലൊരിക്കലും ഒരു ഇമേജിനെ കുറിച്ച് കോൺഷ്യസ് ആവുന്നവരല്ല. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള ഒരു ആവർത്തനം എന്ന് പറയുന്നത് കൽപ്പന ചേച്ചി അലോസരപ്പെടുത്തിയിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞ് ശീലിച്ചത് അവളാണ്. ആ കാലഘട്ടത്തിൽ എൻ്റെ ഭാര്യയായിട്ട് കുറേ സിനിമകൾ കൽപ്പന ഞാനും കൂടി ചെയ്തിട്ടുണ്ട്. കാമുകിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ട്. കൽപ്പനയെ കുറിച്ചിട്ട് ഒറ്റ വാക്കിൽ പറയാൻ പകരം വേറൊരാളില്ല. അതെ, അത് പിടക്കോഴി 102 വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ റോളാണ്. പൊന്നമ്മയെന്ന് പറഞ്ഞ് പെണ്ണായിട്ടും ഉണ്ട്, പൊന്നപ്പനായിട്ട്. സാധാരണ ആണുങ്ങൾ സ്ത്രീവേഷം കെട്ടാറുണ്ട്, സ്ത്രീകൾ ആൺവേഷം കെട്ടുന്നത് അധികം ഇല്ല. മാത്രല്ല അതൊരു കോമഡി സീനല്ല. അപ്പോൾ ഇവർ സ്റ്റേജിൽ വന്ന് ആദ്യമേ പറയും, കാതികയല്ല, കലാകാരിയല്ല, ഞാൻ കേവലം ഒരു വിദ്യാർത്ഥി മാത്രമാണ് ഇന്നാൻ. അപ്പോൾ ജനാർദ്ദനം പറയും, അവർ തന്നെ പറയുന്നു കാതികയല്ല, കലാകാരിയല്ല. പിന്നെ എങ്ങനെ ഇവരെയും കൊണ്ട് ഗൾഫിലേക്ക് പോകുന്നത്? നാടകത്തിനു വേണ്ടി തന്റെ ഉള്ളകം സമർപ്പിച്ച ചവറ VP നായരുടെയും വിജയലക്ഷ്മിയുടെയും 3 പെൺമക്കളിൽ രണ്ടാമത്തെയാൾ. കലാസുഖമാർന്ന ഒരു പാരമ്പര്യം ജന്മസിദ്ധമായി കിട്ടിയ അവൾ വിടരുന്ന മുട്ടുകളിലെ കുട്ടിത്താരമായി വെള്ളിത്തിരയിൽ വലതുകാൽ വെച്ചു. അരവിന്ദന്റെ പോക്കുവെയിലും KG ജോർജിന്റെ പഞ്ചവടി പാലവും പോലെയുള്ള ക്ലാസിക് ചിത്രങ്ങൾ, ഭാഗ്യരാജന്റെ ചിന്ന വീട് പോലെയുള്ള കോളിവുഡ് കുടുംബ ചിത്രങ്ങൾ, അങ്ങനെയുള്ള നിരവധി ചിത്രങ്ങളിൽ നായികയായപ്പോഴും അവൾ കൂടുതൽ കയ്യടി നേടിയത് സിനിമയിലെ നർമ്മരസപ്രധാനമായ കഥാപാത്രങ്ങൾക്കായിരുന്നു. ആ കയ്യടികൾ ആർട്ടിസ്റ്റുകൾക്കിടയിലെ കൽപ്പന യുഗത്തിന് തുടക്കം കുറിച്ചു. ഡോക്ടർ പശുപതിയിലെ UDC കുമാരിയും, കാബൂളിവാലയിലെ ചന്ദ്രികയും, കുടുംബക്കോടതിയിലെ ഗുണ്ടൂർ പാർവതിയും, ഗാന്ധർവത്തിലെ കൊട്ടാരക്കര കോമളവും, ഇഷ്ടത്തിലെ SI മറിയാമ്മ തോമസും, ബാംഗ്ലൂർ ഡേയ്സിലെ കുട്ടന്റെ അമ്മയും മുതൽ ഉലക നായകനോടൊപ്പം എത്തിയ സതി ലീലാവതിയിലും പമ്മൽ കെ സംബന്ധത്തിലും വരെ ഈ വേഴ്സറ്റൈൽ ആക്ട്രസ് ഒരുക്കിയ വേഷപ്പകർച്ചകളിൽ ദക്ഷിണേന്ത്യൻ പ്രേക്ഷകർ എത്രയോ വട്ടം പൊട്ടിച്ചിരിച്ചു. തനിച്ചല്ല ഞാൻ എന്ന ചിത്രത്തിലൂടെ നേടിയ ദേശീയ പുരസ്കാരം, ഒടുവിൽ ചാർലിയിലെ ക്യൂൻ മേരിയായി രാജകീയമായ ഒരു വിടവാങ്ങൽ. ഓർമ്മയിലെന്നും കൽപ്പന. കൽപ്പന ചേച്ചിയുടെ ഒളിമങ്ങാത്ത ഓർമ്മകളുമായി ഇന്ന് ആദ്യം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അഭിനേത്രിയാണ്. കൽപ്പന ചേച്ചിയുടെ കൂടപ്പിറപ്പാണ്, കൂട്ടുകാരിയാണ്. ഇനിയൊരു വിശേഷം കൂടെ പറയുകയാണെങ്കിൽ, മലയാളത്തിലേക്ക് എത്തുന്ന ഓരോ നടിമാർക്കും ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചു വെച്ച് മലയാളികൾ എപ്പോഴും ഈ നടിയോട് ഉപമിച്ചാണ് ഓരോ അഭിനേത്രികളുടെയും അഭിനയം അളന്നു നോക്കുന്നത്. അത്രയധികം മലയാളികൾക്ക് സ്വന്തം വീട്ടിലൊരാളെ പോലെ ഇഷ്ടമുള്ള നായിക നടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഓർമ്മയിലെന്നും കൽപ്പന എന്ന ഈ ലക്കത്തിലേക്ക് പ്രിയപ്പെട്ട ഉർവശി ചേച്ചി. ഉർവശി ചേച്ചി, സ്വാഗതം നമ്മുടെ ഈ ഒരു ലക്കത്തിലേക്ക്. ചേച്ചി വരുമ്പോൾ കൽപ്പന ചേച്ചിയുടെ ഓർമ്മകളിലേക്ക് കിടക്കുമ്പോൾ, കൽപ്പന, കലാരഞ്ജിനി, ഉർവശി 3 പേര് ആ വീട്ടിലെ അഭിനേത്രികളാണ്. അച്ഛൻ, മുത്തച്ഛൻ, അങ്ങനെ ഒരു കലാകുടുംബമാണ്. മുത്തച്ഛൻ എഴുത്തുകാരനാണ്. എല്ലാം ഒരു കലാകുടുംബത്തിൽ നിന്ന് വന്നതാണ്. വീട്ടിലെ ആദ്യത്തെ സിനിമാ നടി കൽപ്പന ചേച്ചിയാണോ? വിടരുന്ന മുട്ടുകൾ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചത് കൽപ്പന ചേച്ചിയാണല്ലോ. ബാലതാരമായിട്ടാണ് അഭിനയിച്ചത്. വീട്ടിലെ ആദ്യത്തെ സിനിമാ നടി കൽപ്പന ചേച്ചിയാണോ? സത്യത്തില് കൽപ്പന ചേച്ചി അന്ന് തിരുവനന്തപുരത്ത് സിനിമാ താരങ്ങളെക്കാൾ വളരെ പ്രസിദ്ധിയായ ഒരു ബാലതാരമാണ്. സ്കൂളുകളിലൊക്കെ ഏത് പ്രോഗ്രാമാണ്, ഏത് കലാപരിപാടിയാണ് കൽപ്പന ചേച്ചി അവതരിപ്പിക്കാത്തതെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അവസാനം ഈ മിമിക്രി മോണോ ആക്റ്റും പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടില്ല അന്ന്. അപ്പോൾ അതിന് മാത്രം പങ്കെടുത്തിട്ടില്ല. യൂണിവേഴ്സിറ്റി കോളേജിലെ വലിയ വലിയ ചേട്ടന്മാരാണ് അതൊക്കെ അവതരിപ്പിക്കുന്നത്. പക്ഷെ എൻ്റെ അമ്മ, 100 കൽപ്പന ചേച്ചി എൻ്റെ അമ്മ വിജയലക്ഷ്മി, അത്രയും നല്ലോണം ഹാസ്യം അവതരിപ്പിക്കാനും എഴുതാനും കഴിവുണ്ട് അമ്മയ്ക്ക്. എല്ലാം കൽപ്പന ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നതും അമ്മയാണ്. അമ്മ പറഞ്ഞു, അമ്മയുടെ കോളേജിലത്തെല്ലാം അമ്മ നല്ല അനുകരിക്കാനൊക്കെ മിടുക്കിയാണ്. അപ്പം അമ്മ പറഞ്ഞു, മക്കളെ നമുക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം, ഇനിയൊന്ന് മത്സരിക്ക്, ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. എല്ലാം അച്ഛനും അമ്മയ്ക്കും എല്ലാ സ്കൂളുകളിലും എല്ലാം നല്ല ട്രിവാൻഡ്രത്ത് ഇൻഫ്ലുവൻസ് ആണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് കൽപ്പന ചേച്ചി മിമിക്രിയും മോണോ ആക്റ്റും അവതരിപ്പിക്കുക. എന്നിട്ട് ഇത്രയും വലിയ ചേട്ടന്മാരുടെ കൂടെ മത്സരിച്ച് പങ്കെടുത്ത് വിജയിച്ച് ആ ചേട്ടന്മാരാണ് തോളി വെച്ച് കൽപ്പന ചേച്ചിയും കൊണ്ട്
കോളേജ് മുഴുവനും ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്. ആ. അതൊരു വലിയ കാഴ്ചയായിരുന്നു. ഓട്ടം തുള്ളല്, ചാക്യാർ കൂത്ത്, ഒരു വക അറിയത്തില്ല. അമ്മ പറഞ്ഞു കൊടുക്കുന്ന എന്തും ചെയ്യും സ്റ്റേജിൽ കയറി. അതായിരുന്നു കൽപ്പന ചേച്ചി. അങ്ങനെയാണ് കൽപ്പന ചേച്ചിയെ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ സ്കൂളിൽ നിന്ന് വിട്ടിട്ട് കുറേ ദിവസം ഉണ്ട് എൻ്റെ റിഹേഴ്സൽസും ഒക്കെ ആയിട്ട്. അപ്പം ചേച്ചിയെ നിരാശപ്പെടുത്താതിരിക്കാൻ അച്ഛൻ കുറച്ച് അവിടെ എവിടെയൊക്കെ ഒന്ന് ആക്കിയെടുത്താൽ മതിയല്ലോ. അല്ല അത്രയും ദിവസം നിൽക്കാൻ പറ്റില്ല സ്കൂൾ വിട്ടിട്ട്. സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ഈ വിടരുന്ന മുട്ടുകൾ സിനിമയിലെ വേഷത്തിന് വേണ്ടിയിട്ട്. അപ്പം മെരിലാൻഡാണ് ഫുൾ ഷൂട്ടിങ്ങും റിഹേഴ്സലും. അങ്ങനെ ആദ്യമായിട്ട് കൽപ്പന ചേച്ചി, ഞാനും അച്ഛനും അമ്മയും കൂടെ ആ ഷൂട്ടിങ്ങിന് മെരിലാൻഡിൽ പോയി ഷൂട്ടിങ് കാണുന്നത്. പക്ഷേ സിനിമാ താരമായത് ആദ്യം എൻ്റെ ഇളയ അനിയൻ പ്രിൻസാണ്. കബീർ പ്രിൻസ്. അത് കളത്തൂർ കണ്ണമ്മയുടെ മലയാളം ഒരു റീമേക്ക് ചെയ്തു. അപ്പൊ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകൻ പ്രേംകുമാർ എന്നൊരു ഡയറക്ടർ, അദ്ദേഹം ലജ്ജാവതി എന്നോ അങ്ങനെ ഒരു സിനിമ അമ്പിയ ചേച്ചിയും കൃഷ്ണനെയും വെച്ചെടുത്തു. അപ്പോൾ അതെനിക്ക് തോന്നുന്നു 77 തന്നെയാണ് റിലീസ് എന്ന് തോന്നുന്നത്. അതിൽ അഭിനയിച്ചു 3 വയസ്സിൽ അനിയൻ അഭിനയിച്ചു. അതിൽ അവൻ്റെ പുറകെ ഇങ്ങനെ ക്യൂവിൽ ഞാനും എൻ്റെ നേരെ ഇളയ ആങ്ങളിൽ നിൽപ്പുണ്ട്. ഒരു പാട്ട് സീൻ ക്യൂ നിന്നു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഉർവശി ചേച്ചി ഞങ്ങൾക്ക് അതിഥിയായിട്ട് കുറച്ചു നേരം നിൽക്കുന്നു, ഇരുന്ന് സംസാരിക്കാം. താങ്ക് യു. അപ്പം ഉർവശി ചേച്ചി പറഞ്ഞത് വിടരുന്ന മുട്ടുകൾക്ക് തൊട്ട് മുമ്പ് ഒരു സിനിമയിൽ ഒരു ക്യൂ നിൽക്കുന്ന സീനിൽ ഉർവശി ചേച്ചിയും അനിയൻ ഇത്തിരി വലിയ വേഷത്തിലും അഭിനയിച്ചിട്ടുണ്ട്. ഒരു വേഷത്തിലും അഭിനയിച്ചിട്ടുണ്ട്. അത് 77 തന്നെയാണ്. അത് വിടരുന്ന മുട്ടുകൾക്ക് മുമ്പാണ് അല്ലേ? അതിനകത്തുള്ള ആ പാട്ട് സീൻ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് ഞാൻ പ്രോഗ്രാമിൽ ഇരിക്കുമ്പോൾ അത് ഇട്ടു. കാലിത്തൊഴുത്തിൽ പിറന്നവനെയും തുടങ്ങുന്ന ഒരു അനാഥാലയത്തിലെ പാട്ടാണ്. അപ്പൊ എന്റെ സ്കൂളിൽ നിന്നും കൽപ്പന ചേച്ചിയെ പോലെ അവളുടെ സ്കൂളിൽ നിന്നും ഒക്കെ കുറെ പേരെ വിളിച്ചിരുന്നു. അവ എന്നെയും ഈ അനിയനെയും മാത്രം ബാക്കിൽ കുറച്ച് പ്രൊജക്ട് ചെയ്ത് നിർത്തി, അച്ഛനോടുള്ള അടുപ്പം വെച്ചിട്ട്. എന്നിട്ട് അത് ക്യാമറ സ്റ്റാർട്ട് എന്ന് പറഞ്ഞു. അതുവരെ ഞാൻ സൈലന്റ് ആയിട്ട് നിന്നു. കാരണം നമ്മുടെ സിനിമാ സെറ്റപ്പിൽ ഓരോരോ ആഹാരങ്ങളൊക്കെ വരുന്നു. ഭയങ്കര സന്തോഷം. ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇത് നല്ല രസമുണ്ടല്ലോ. നല്ല ഉണ്ണിയപ്പം, അത് ഉണ്ണിയപ്പം വരുന്നു. അത് കഴിഞ്ഞപ്പോൾ പഴംപൊരി വരുന്നു. അതെല്ലാം കഴിച്ചു. വലിയ ലൈറ്റാ അന്നത്തെ ലൈറ്റ്. ഈ പെട്ടെന്ന് ലൈറ്റ്സ് ഓൺ എന്ന് പറഞ്ഞത് മുഴുവൻ കത്തിയപ്പോൾ ഞാൻ അയ്യോ എന്ന് പറഞ്ഞ ബോധം കെട്ടങ്ങ് വീണു. എൻ്റെ അച്ഛൻ ആ ഡയറക്ടറെ ഭയങ്കര ചീത്ത പുറത്തുനിന്ന് വന്നിട്ട്, നീ എന്തോ പറഞ്ഞിട്ടാ കുഞ്ഞ് വീണത്, നിന്നെ ശരിയാക്കടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ എടുത്ത് തോളിലിട്ടുകൊണ്ട് വന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൊണ്ടുവരുമ്പം എൻ്റെ ഈ അനിയനും കരയുന്നു, കൊച്ചനിയനും കരയുന്നു, ഞാനും കരയുന്നു. ബാക്കി പിള്ളേരും എല്ലാം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാം വെളിയിലിറങ്ങി. പിന്നെ വെളിയിൽ കൊണ്ടുവന്നിരുത്തി അച്ഛനെ ആദ്യം കൺവിൻസ് ചെയ്ത്, മോളെ ഞാൻ വല്ലതും പറഞ്ഞിട്ടാണോ? ഇല്ല, വേറെ ഒരു അങ്കിള് ഓൺ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് ലൈറ്റ് ഇടാൻ പറഞ്ഞതാ, മോളെ പറഞ്ഞതെല്ലാം പറഞ്ഞു. അദ്ദേഹവും വന്നു, അവരെയൊക്കെ എടുത്തു, എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചനിയൻ മര്യാദയ്ക്ക് നിന്ന് അഭിനയിക്കുക, പാട്ട് പാടുക, അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം എല്ലാ സ്റ്റേജിലും ഇതുപോലെയാണ്. ആൾക്കാരിത് ഇങ്ങനെ കർട്ടൻ തുറന്ന് ഞങ്ങളെ 3 പേരെയും കൂടെ ഡാൻസ് ചെയ്യിപ്പിക്കും. ടീച്ചേഴ്സ് ഒരുപോലെ. സായുജ്യം അതെ, ആ സിനിമ അത് അതിൽ അഭിനയിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് വിടരുന്ന മുട്ടുകളിലേക്ക് കൽപ്പന ചേച്ചി എത്തി. അതെ. അതില് ഉർവശി ചേച്ചി അഭിനയിച്ചിട്ടില്ല. അതിന്റെ സെറ്റിലാണ് നിങ്ങൾ എല്ലാരും കൂടെ ഫാമിലി അച്ഛനും അമ്മ. കാരണം അന്ന് ട്രിവാൻഡ്രത്തുള്ള എല്ലാ നാടക ആർട്ടിസ്റ്റുകളും അവിടെ ഷൂട്ട് ചെയ്യുന്ന പടങ്ങൾക്കെല്ലാം മെരിലാൻഡിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു വിളി ഉണ്ടാവും. അപ്പൊ അതില് ഏതെങ്കിലുമൊക്കെ ക്യാരക്ടേഴ്സ് ചെയ്യും. അതൊരു സാധാരണ രീതിയാണ്. ഒരു മലയാള സിനിമ മാറുന്നതിൻ്റെ ഒരു തുടക്കമായിരുന്നു അത്. അപ്പം സ്ഥിരമായിട്ട് ചെന്നൈയിലുള്ള ആർട്ടിസ്റ്റുകളല്ലാതെ ശരിക്കുള്ളവരെയും കൂടെ വിളിക്കുന്നു. റിയൽ ആർട്ടിസ്റ്റുകളായിട്ട് അവർ ഇവിടുത്തെ നാടകത്തിൽ നിന്നുള്ളവർ. അതിന് മുമ്പ് ഒരു പ്രത്യേക പ്രൊനൗൺസിയേഷൻ ചെന്നൈ മലയാളമല്ലേ കേട്ടോണ്ട്. എനിക്ക് തോന്നുന്നു സായികുമാർ ഏട്ടനും അതിലൊരു ചേച്ചിയും കൂടെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ചെറിയ സ്റ്റില്ലും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ആകെ ഇപ്പം നമ്മൾ ഇന്റർനെറ്റിലെങ്ങാണ്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു സ്റ്റിൽ എന്ന് പറഞ്ഞതാ ഇത് വന്നിട്ട് അതിലുള്ളതല്ല. ഇതും ഒരു ജീവിതം എന്ന് പറഞ്ഞ് കൽപ്പന ചേച്ചി കുറച്ച് ഇച്ചിരൂടെ വളർന്നതിന് ശേഷമുള്ള ഒരു പടമാണ്. ഇതും ഒരു ജീവിതമാണ്. ഇതും ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ നാടകം ഇങ്ങനെ ആക്കിയതാണ്. വെളിയഞ്ചന്ദനാണ് അത് ഡയറക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആ നാടകത്തിലും മിനിച്ചേച്ചി സായിച്ചേട്ടനും സെയിം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വളരെ ലേറ്റ് ആയിട്ട് വന്നതാണ് അച്ഛൻ്റെ നാടക ക്യാമ്പ്. കാരണം അതാണോ വീട്
ഞങ്ങളുടെ ശ്രീകണ്ഠേശത്തുള്ളതാണോ വീടെന്ന് എനിക്ക് ഇതൊന്നും നിശ്ചയമില്ല. അച്ഛനൻ ട്രിവാൻഡ്രത്തുള്ളപ്പോൾ എപ്പോഴും ഞങ്ങളുണ്ടാവണം അടുത്ത്. അപ്പോൾ സ്കൂൾ വിട്ട് അവിടെ പോയി ആഹാരമൊക്കെ കഴിച്ച് കളി കഴിഞ്ഞ് സന്ധ്യയാകുമ്പോൾ ഇവിടെ വരണം. ഇവിടെ വന്ന് അച്ഛൻ്റെ കൂടെ ആയിരിക്കണം, പിന്നെ ഉറക്കം എല്ലാവരും കൂടെ. അത് കഴിയുമ്പോൾ രാവിലെ സ്കൂളിൽ പോയാൽ പിന്നെ അവിടെ പോയി കളിയൊക്കെ കഴിഞ്ഞിട്ട് വരിക, ഇതായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് റിഹേഴ്സൽ ചെയ്തുകൊണ്ടാണ് എനിക്ക് നല്ല ഓർമ്മ. അതിലാണിത് അല്ലേ? അല്ല അത് ഇത് ആ ഈ രണ്ടെണ്ണം. പക്ഷേ സായിച്ചേട്ടൻ വിടരുന്ന മുട്ടുകളിലും ഉണ്ട്, വിടരുന്ന മുട്ടുകളിലുണ്ട്. അതുകൊണ്ട് എനിക്കിങ്ങനെ അമ്പിയ ചേച്ചി ഉണ്ട്, സായിച്ചേട്ടനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതായിരിക്കണം മുമ്പിൽ. കാരണം അത് കഴിഞ്ഞ് അമ്പിയ ചേച്ചി ലജ്ജാവതിയിൽ നായികയായിട്ടുണ്ട്. അതെ 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 തീർച്ചയായും. ഈ കൽപ്പന ചേച്ചി ഇവിടുന്ന് പിന്നീട് നേരിട്ട് തമിഴിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ പഞ്ചവടിപ്പാലം പോലെയുള്ള സിനിമ അല്ലെങ്കിൽ ആ സമയത്തുള്ള ക്ലാസിക്കൽ ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്നു. അതിനുശേഷം തമിഴ്നാട്ടിൽ പോയി തമിഴിൽ ചിന്ന വീട് ഭാഗ്യരാജനോടൊപ്പം അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു. അവിടെ തമിഴിലൊരു നായിക പ്രാധാന്യമുള്ള വേഷങ്ങളിലോട്ട് കടക്കുമ്പോഴാണ് വീണ്ടും മലയാളത്തിൽ ഫണ്ണുള്ള കഥാപാത്രങ്ങൾ വരുന്നത്. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന പടത്തിലാണ് ഒരു ഫണ്ണുള്ള വേഷം ഫസ്റ്റ് ചെയ്യുന്നത്. കമൽ സാറ് സംവിധാനം ചെയ്ത പടം, രഞ്ജിത്ത് സാറ് എഴുതിയ പടം. അപ്പൊ ഈ കൽപ്പന ചേച്ചിക്ക് അങ്ങനെ ഒരു ഇമേജ് കോൺഷ്യസ് ആയിരുന്നില്ല? അവിടെ ഒരു വളരെ വലിയൊരു നായികയായിട്ട് അഭിനയിച്ചിരിക്കുമ്പം ഇവിടെ ഒരു വേഷത്തില് അത് കഴിഞ്ഞ് നോക്കൂ. ഇപ്പൊ രഞ്ജിത്ത് സാറാണ് പെരുവണ്ണാപുരത്തെ വിശേഷം ഹ്യൂമർ ഇവിടെ എഴുതിയിരിക്കുന്നത്. രഞ്ജി പണിക്കരാണ് ഡോക്ടർ പശുപതിയിലെ UDCയെ പോലൊരു വേഷം കൽപ്പന ചേച്ചിക്ക് എഴുതി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഈഗോ കോൺഷ്യസ് ആയിരുന്നോ ചേച്ചി ആ സമയത്ത്? ആ സമയത്തായിരുന്നില്ല. ആ സമയത്ത് കൽപ്പന ചേച്ചി ഒരിക്കലും എഴുതില്ല. ഞങ്ങളാരും, കാരണം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ ഞങ്ങളിൽ ഒരിക്കലും ഒരു ഇമേജിനെ കുറിച്ച് കോൺഷ്യസ് ആവുന്നവരല്ല. ഇത് കലയാണ്. അത് ഡയറക്ടർ നമ്മളെ ചൂസ് ചെയ്യുന്ന അഭിനയിക്കുക എന്നുള്ളതല്ലാതെ എനിക്കും ഉണ്ടായിരുന്നില്ല, കലച്ചേച്ചിക്കും ഇല്ല, കൽപ്പന ചേച്ചിക്കും ഇല്ല. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള ഒരു ആവർത്തനം എന്ന് പറയുന്നത് കൽപ്പന ചേച്ചി അലോസരപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണെങ്കിൽ രഞ്ജിത്ത് സാർ, ഈ പടം എഴുതിയിട്ടുള്ള രഞ്ജിത്ത് സാർ തന്നെയാണ് പിന്നീട് ഇന്ത്യൻ റുപ്പിയിലെ കഥാപാത്രമാണെങ്കിലും സ്പിരിറ്റിലെ കഥാപാത്രമാണെങ്കിലും കേരള കഫേ നിർമ്മിച്ചതും അതിനകത്തെ ബ്രിഡ്ജ് എന്നോ മറ്റേ പേരുള്ള സിനിമയിലെ കഥാപാത്രമൊക്കെ എത്ര രസമുള്ള കഥാപാത്രങ്ങളാണ് പിന്നീട് ചെയ്തിരിക്കുന്നത്. കരിയറിലെ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കെട്ടപ്പെട്ടുന്ന കഥാപാത്രങ്ങളാണ് കൂടുതലും പിന്നീട് ഇവര് തന്നെ ചെയ്തിട്ടുള്ളത്. രഞ്ജിത്ത് അല്ലാതെ മറ്റാരും അങ്ങനെ കൽപ്പന ചേച്ചി അത്ര നല്ല രീതിയിൽ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ MP സുകുമാരൻ നായർ സാറ് സിനിമയിൽ ശയനം എന്ന് പറയുന്ന സിനിമയാണ്. നമുക്ക് ഇപ്പം കൽപ്പന ചേച്ചിയുടെ സൗഹൃദമുള്ള നിരവധി സിനിമകളിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകൻ രാജസേനൻ സാർ കൽപ്പന ചേച്ചിയെ ഓർക്കും. കൽപ്പനയുടെ കുടുംബവുമായിട്ട് തന്നെ എനിക്ക് വർഷങ്ങൾ അടുപ്പമുണ്ടായിരുന്നു. കൽപ്പനയെ 10 വയസ്സ് മറ്റുള്ളപ്പോഴാണ് ഞാൻ ചെന്നൈയിൽ വെച്ച് കാണുന്നത്. അതിനുശേഷം പിന്നെ ഇവരൊക്കെ വലുതായി ചെറിയ ചെറിയ വേഷങ്ങളിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി. കലാരഞ്ജിനി ആദ്യം എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു. അതിനുശേഷം പിന്നെ ഉർവശി എന്നുള്ള പേരിൽ ഉർവശി പ്രശസ്തയായി. ഉർവശി എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു. പിന്നെ എനിക്ക് സിനിമയിലൊരു 2ാം വരവുണ്ടായിരുന്നു. ആ 2ാം വരവിലാണ് കൽപ്പന എൻ്റെ സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് CID ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. മറ്റ് പല സിനിമകളിലുണ്ട്. ഒരു തികഞ്ഞ കലാകാരി മാത്രമല്ല, സ്നേഹമുള്ള ഒരു കൂട്ടുകാരി കൂടിയാണ് കൽപ്പന. ആ വേർപാട് വളരെ സങ്കടകരമായിരുന്നൊരു വേർപാട് തന്നെയാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് അതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നടന്ന ഒരു കലാകാരി കൂടിയായിരുന്നു കൽപ്പന. ഈ പറഞ്ഞതുപോലെ കഥാപാത്രങ്ങളെ, നർമ്മരസ പ്രധാനമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അഭിനേതാക്കൾക്ക് ജീവിതഗന്ധിയായ, നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു, അങ്ങനെ ഒരാളുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്ന സ്വാഭാവിക കഥാപാത്രങ്ങൾ വളരെ കുറച്ചാണ് താരതമ്യേന ലഭിക്കുക. അത് കരിയറിൻ്റെ ഏതൊരു ഘട്ടത്തിലാണ് ലഭിക്കുക. ഇനി വരുന്നത് ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച് ഒരുപാട് കൈഡികൾ വാങ്ങിച്ചു കൂട്ടിയ, തിയേറ്ററുകളിൽ വലിയ പൊട്ടിച്ചിരികൾ ഉണ്ടാക്കുന്ന ഒരു അഭിനേതാവാണ്. കൽപ്പന ചേച്ചിയോടൊപ്പം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ കരിയറിൽ അദ്ദേഹം വളരെ ഗൗരവമായ കഥാപാത്രങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും കൽപ്പന എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഹരിശ്രീ അശോകൻ ചേട്ടൻ. അശോകൻ ചേട്ടാ, സ്വാഗതം. ഓർമ്മയിലെന്നും കൽപ്പന ചേച്ചി
എനിക്കൊന്ന് കുടുംബ കോടതി, അർജുനൻ പിള്ള 5 മക്കളും ഒരുപാട് സിനിമകളിൽ നിങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇനി അല്ലാതെ വേദികളിലും ഒരുപാട് സ്ഥലങ്ങളിൽ കൽപ്പന ചേച്ചിയെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഓർക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കന്ന് ഒരു പേര് കിട്ടും. ഒരു കാമുകിയോ അല്ലെങ്കിൽ ഭാര്യയോ ഒക്കെ ആയിട്ട് കിട്ടി വന്ന സമയത്ത് കുറച്ച് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് കൽപ്പന. കാരണം എനിക്ക് എൻ്റെ കാമുകിയായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയായിട്ടോ കൽപ്പനയെ കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ. കാരണം അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. ഇപ്പോഴും ആ കാലഘട്ടത്തിൽ എൻ്റെ ഭാര്യയായിട്ട് കുറേ സിനിമകൾ കൽപ്പന ഞാനും കൂടി ചെയ്തിട്ടുണ്ട്. കാമുകിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ട്. കൽപ്പനയെ കുറിച്ചിട്ട് ഒറ്റ വാക്കിൽ പറയാൻ പകരം വേറൊരാളില്ല. ചില സമയത്തൊക്കെ നമ്മൾ കൽപ്പനയുള്ള സിനിമയിൽ അഭിനയിക്കാൻ നേരത്ത് തന്നെ ഇന്ന് കൽപ്പനയായിട്ട് കോമ്പിനേഷൻ ഉണ്ട്. അപ്പം മനസ്സിൽ ദൈവമേ നമ്മളൊന്ന് പിടിച്ചിരിക്കണം. കാരണം വെച്ചാൽ കൽപ്പനയുടെ ഒപ്പം അഭിനയിക്കാൻ തന്നെ മീറ്റർ വേറെയാണ് പെർഫോം ചെയ്യുമ്പോൾ. അത് നമ്മൾ ഒപ്പം നിന്ന് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മൂഡാണ്. അപ്പോൾ കൽപ്പനയായിട്ടുള്ള കോമ്പിനേഷൻ വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്കൊരു ചെറിയ ഉള്ളിലൊരു പേടി ഉണ്ടാവാറുണ്ട്. പക്ഷെ കൽപ്പനയ്ക്കും അതുപോലെ തന്നെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളായിട്ട് ഇനി ഒരു കോമ്പിനേഷൻ പറഞ്ഞ ഏത് സിനിമയായിരിക്കും ഇങ്ങനെ ചോദിക്കാറുണ്ട്. കൽപ്പന എൻ്റെ വീട്ടിലെ ഒരു അംഗം പോലെയാണ്. കാരണം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റായിരുന്നു കൽപ്പന. അതുപോലെ എൻ്റെ വൈഫ്, എൻ്റെ മോള്, എൻ്റെ മോൻ എല്ലാവരുമായിട്ട് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുകയും എൻ്റെ വീട്ടിൽ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അമ്മയ്ക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമായിരുന്നു. മരിക്കണ വരെ നമുക്ക് ഭയങ്കര. അതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞൊരു പോയിന്റ് ഞാൻ പറയണം. നമ്മൾ പല ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പം നമ്മൾ പണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്നൊരു കാലത്ത് ഇതിന് കുറച്ചുകൂടി അക്കൗണ്ടബിലിറ്റി, നമ്മളെ എത്ര പേര് സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ ആർക്കൊക്കെ ഇഷ്ടമുണ്ടെന്നൊക്കെ ഉള്ളതിന് കുറച്ചുകൂടി ഒരു അക്കൗണ്ടബിലിറ്റി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് സോഷ്യൽ മീഡിയ കയറി നോക്കിയാൽ അറിയാം. അതിൽ ഇപ്പം പറഞ്ഞ ഈ പോയിന്റിൽ ബഹുഭൂരിപക്ഷം കലാകാർക്കും ഈ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടമില്ലാത്തവരുമുണ്ട്. ഹേറ്റേഴ്സ് ഉള്ള ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ ഈ കൽപ്പന ചേച്ചിക്ക് നമുക്ക് ഒരു കാലത്തും ഏതെങ്കിലും ഒരാൾ അങ്ങനെ കൽപ്പന ചേച്ചിയോട് ഒരു ദേഷ്യം ഉള്ളതായിട്ട് ഇല്ലില്ല. കൽപ്പന ചേച്ചിയായിട്ട് ഞാൻ ചേർന്ന് പോകില്ല എന്ന് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടേ ഇല്ലാത്തൊരു കഥാപാത്രത്തിന് ഒരാളാണ്. തീർച്ചയായിട്ടും വളരെ വലിയൊരു പോയിന്റാ പറഞ്ഞത് രമേശ്. ഇപ്പം നമ്മൾ ഒരു പടത്തിന് വരാൻ നേരത്തെ ഇപ്പോൾ ഒരു പടത്തിന് വിളിച്ചു, ആരൊക്കെ നിന്ന കൽപ്പന ഉണ്ടല്ലേ, അവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഉത്സവമാണ് കൽപ്പന. അവിടെ നിന്ന് ഒരു കാരണവശാലും നമുക്ക് വേറൊരു രീതിയിൽ കൽപ്പനയിൽ നിന്നുള്ള പെരുമാറ്റം ഉണ്ടാവില്ല. ഭയങ്കര കമ്പനിയാണ്. അപ്പം പിന്നെ വെറുക്കേണ്ട കാര്യമില്ല, ഇഷ്ടപ്പെടാതെ വരേണ്ട കാര്യമില്ല, ഒന്നും ഉണ്ടാവാറില്ല. ഭയങ്കരമായിട്ട് ഭക്ഷണങ്ങൾ തരുന്ന ആളാണ്. ഭക്ഷണങ്ങളൊക്കെ പൊഞ്ഞു കൊണ്ടുവരും സെറ്റില്. ഭക്ഷണം പറയാ കൽപ്പന വളരെ വെജിറ്റേറിയൻ ആണ്. പക്ഷേ വെജിറ്റേറിയൻ അമ്മയുടെ കുടുംബത്തിൽ എല്ലാരും വെജിറ്റേറിയൻസ് ആണ് ഇപ്പോഴും. നിങ്ങൾ ഇപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുന്നത്, വീട്ടില് കുട്ടിക്കാലം കഴിഞ്ഞ് നമ്മൾ സിനിമയിലോട്ട് തുടങ്ങുന്ന ഒരു സമയം, പിന്നെ നമ്മൾ ഗൗരവമായിട്ട് ഇതിനൊരു പ്രൊഫഷനായിട്ട് കണ്ട് ഗൗരവമായിട്ട് സിനിമയെ കണ്ടു തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും ഉണ്ടാവില്ല. ആ സമയത്ത് ഇങ്ങനൊരു ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അതിന് തൊട്ട് മുമ്പ് 3 പേരും പിള്ളേര് അല്ലെങ്കിൽ കൗമാരത്തിലേക്ക് എത്തി നിൽക്കുന്നു, അവിടെയൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും ഈ അഭിനയത്തിന്റെ പേരിലുള്ള മത്സരം വീട്ടിൽ പറയാറുണ്ടോ? ഞാനത് ചെയ്ത് ഞാനിവിടെ ഇത്ര പടം ചെയ്ത ആളാണ് പറയാറില്ലേ. എനിക്ക് വലിയ അത്ഭുതമാണ്. കാരണം ഒരുപാട് പേര് ചോദിക്കും. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഐക്യം അതായിരുന്നു. ഒരിക്കലും അങ്ങനൊരു സംഭവം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തേയില്ല. മറ്റാരോടെങ്കിലും ഒരു അസൂയയും കോമ്പറ്റീഷനും അതും തോന്നിയിട്ടില്ല. കാരണം നമ്മൾ കേട്ടിരിക്കുന്ന ഒക്കെ അച്ഛനും അമ്മ പറഞ്ഞും കേട്ടിരിക്കുന്നത്, അമ്മ അത്രയും നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, തല്ലത്തൊന്നുമില്ല ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്ന നമ്മളെക്കാൾ എന്തെങ്കിലും ഒരു മൂല്യം കൂടുതലുള്ളതാണ് നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന എല്ലാ ജീവരാശി. അത് നമ്മളെ കൊണ്ട് പറ്റില്ല. അത് നമ്മൾ ഡീപ്പായിട്ട് നോക്കുമ്പോൾ അറിയാം. ഒരു ടൂത്ത് ബ്രഷ് ഉണ്ടാക്കാൻ പോലും നിവൃത്തിയില്ല നമ്മളെ കൊണ്ട്. അതുണ്ടാക്കിയത് ആരെന്ന് പോലും ശ്രദ്ധിക്കാതെ കുറെ കാലമായിട്ട് പല്ല് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അശോകൻ ചേട്ടൻ പറഞ്ഞിടത്തേക്ക് വന്നാല് ഈ ഒരുപാട് ഇപ്പം മറ്റേ അശോകൻ ചേട്ടന്റെ താഴമ്പൂ മണമുള്ള അത് അർജുനൻ പിള്ള 5 മക്കൾ. അതായത് ആ സിനിമ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഡയറക്ടറാണ് അത് ചെയ്തത്. തമിഴ് പടത്തിന്റെ മലയാളം മേക്ക് ചെയ്തതാണ്, റീമേക്ക് ചെയ്തതാണ്. അത് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിർത്തി. കാരണം തമിഴ് എടുത്തിട്ട് അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ടുള്ള ചെറിയ കുഴപ്പങ്ങളുണ്ടായിട്ട് നിർത്തി. അപ്പം ഞങ്ങളും പറഞ്ഞു, ജഗദീഷ് ഉണ്ട്, ഞാനുണ്ട്, ഇന്നസെൻ്റ് ചേട്ടനുണ്ട്, മാളച്ചേട്ടനുണ്ട്. ഡയറക്ടറോട് പറഞ്ഞു, ഷമുവണ്ണനാണ് എൻ്റെ കൺട്രോളർ, കൽപ്പനയുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇതൊന്നും നമുക്ക് ഇരുന്നിട്ട് കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി രസമായിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ ഹ്യൂമർ വളരെ കുറവാണ്, നമുക്കൊരു ഹ്യൂമർ ട്രാക്കിൽ പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രേക്ക് ചെയ്ത് ജഗദീഷാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ ബ്രേക്ക് ചെയ്തിട്ട് അത് ഷൊർണൂർ ഇരുന്നിട്ട് വീണ്ടും റീറൈറ്റ് ചെയ്തു.
റീറേറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഹ്യൂമറിന് വേണ്ടി ഞാനിട്ട ഒരു സാധനമാണ്, താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങല്ലേ സുപ്രഭാതം. തനിച്ചിരുത്തി ഉറക്കരുതേ. അത് പല രീതിയിലും പാടാം. ആയിരം പാദസോ രങ്ങൾ കിരുങ്ങി അമ്പലപ്പുഴ സുപ്രഭാതം, കുറേ പാട്ടുകളുണ്ട്. അപ്പൊ ഇത് ഞാൻ അതിൽ ഇടട്ടേന്ന് ചോദിച്ചു. അപ്പൊ ഇന്നസെന്റ് അത് കൊള്ളാടാ, അത് കൊള്ളാം. അപ്പൊ ആ ഇന്നസെന്റ് എന്നോട് പറഞ്ഞിട്ട് ഞാൻ കൽപ്പനയോട് ചോദിച്ചു, കൽപ്പന ഇത് നമുക്ക് നമ്മളെ കാണുമ്പോൾ, ഞാൻ പിന്നെ കോർപ്പറേഷൻകാരനാണ്, മരുന്നടിക്കാനൊക്കെ വരുമ്പോൾ ഇത് അയ്യോ അശോക ഇതിട്ടോ ഇങ്ങനെ കൽപ്പനയുടെ മറുപടി ഇത് വേണം, അത്ര അത് ആസ്വദിച്ചിട്ട്. അത് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കൽപ്പനയുടെ നിർബന്ധം കൊണ്ടാണ് പല സ്ഥലത്തായിട്ട് ഇട്ടത്, ആദ്യ രാത്രിയിലും. അല്ല, അത് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അംഗീകരിക്കും കൽപ്പന ചേച്ചി. അതെ, അതെ, അതെ. നമുക്ക് ഇത്രയുണ്ടോ ഇതെന്ന് തോന്നും. നമ്മുടെ ചെറിയ സാധനം നല്ലതായാല് അങ്ങനെ ആ നല്ലത് പറയുന്നതിന് കുറച്ച് പവർ കൂടുതലാ. ഞാനൊരു സ്റ്റേജിന്റെ ബാക്കിൽ പെൺവേഷം കെട്ടിയിരിക്കുമ്പം ഒന്ന് പാസ് ചെയ്തോട്ട് കുറച്ച് തിരിഞ്ഞിട്ട് കത്രീന കൈഫാന്നാ ഞാൻ ഓർത്തത് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. എനിക്ക് സിനിമയല്ല, സ്റ്റേജിൽ വരുമല്ലോ. ഇപ്പൊ അശോചന സ്റ്റേജിൽ നിന്നുണ്ട്, കൽപ്പന ചേച്ചി സ്റ്റേജിൽ വരുമ്പോ നമ്മുടെയൊക്കെ ബാച്ചിൽപ്പെട്ട സാധാരണ മിമിക്രിക്കാരുമായിട്ടൊക്കെ ഒരുപാട് സ്കിറ്റുകൾ ചെയ്യാൻ വന്നിട്ടുണ്ട്. അതിനിടയിലൊന്നും ഒരു നടി അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയ പ്രൊഫൈലാണ്, എത്ര വലിയ ആളാണ്, സീനിയോറിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിടത്ത് പോലും പറയാതെ എത്രയോ സ്റ്റേജ് ഷോകൾക്ക് നമ്മൾ റെക്കോർഡ് ചെയ്ത് സ്കിറ്റ് ഉണ്ടെന്ന് കേട്ടുപിടിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ കളിക്കാൻ ഒരു വലിയ മനസ്സുള്ള ആളായിരുന്നു അല്ലേ? അതൊരു വലിയ ഗുണമാണ് ആളുകൾ. ഞാൻ നേരത്തെ ചോദിച്ചു, സ്റ്റേജും സിനിമയും സെപ്പറേഷൻ ഇല്ല. അഭിനേത്രി അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ സ്റ്റേജാണോ അല്ലെങ്കിൽ സിനിമയാണോ ഒന്നും പുള്ളിക്കാരത്തി നോക്കാറില്ല. അവിടെ അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിക്കാരത്തി ഒരു പോയിന്റ്. ഞാൻ ഒരാളെ കൂടെ ഈ അവസരത്തിൽ വിളിക്കേണ്ടതുണ്ട്. കരുത്തുറ്റ ഒരുപാട് കഥാപാത്രങ്ങൾ കൽപ്പന ചേച്ചിക്ക് കൊടുത്തിട്ടുള്ള ഒരു സംവിധായകൻ, ഒരുപാട് കൽപ്പന ചേച്ചി ഇഷ്ടമുള്ളൊരു സംവിധായകൻ, മലയാളികൾ എന്നും ഓർക്കുന്ന, ഈ കാലപ്രവാഹത്തിൽ മാഞ്ഞു പോകാതെ സിനിമയെക്കുറിച്ച് എണ്ണുമ്പോൾ, സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്ന സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകൻ, ഓർമ്മയിലെന്നും കൽപ്പന എന്ന ഈ ലക്കത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട വിജി തമ്പി സാർ. ഞാൻ വിജി തമ്പി സാർ വരുമ്പം ഉർവശി ചേച്ചിയും കൽപ്പന ചേച്ചിയും ഒന്നിച്ച് അഭിനയിച്ച സിനിമകൾ എന്ന് പറയുന്ന ഒരു കെട്ട് സിനിമകളുണ്ട്. പിടക്കോഴി കൂന്ന നൂറ്റാണ്ട് നിർമ്മിച്ചതും എഴുതിയത് ഉർവശി ചേച്ചിയല്ലേ? കഥ എഴുതിയത് ഉർവശി ചേച്ചിയാണ്. കഥ ശശിധരൻ ആറാട്ട് വഴി. കഥയും നിർമ്മാണവും അതിനകത്ത് കൽപ്പന ചേച്ചിക്ക് നല്ല വേഷമുണ്ട്. പിടക്കോഴി കൂന്ന നൂറ്റാണ്ട്. കൽപ്പന ചേച്ചിയെ വിജി തമ്പി സാറിന് എങ്ങനെ ഓർക്കുന്നു ആദ്യം തൊട്ട്? എന്റെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റിക്കോട്ട് ഇട്ട് കിടക്കുന്ന കാലം തൊട്ടുള്ള ഓർമ്മയാണ്. ഇവര് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിനടുത്താണ് താമസിച്ചിരുന്നത്. എനിക്ക് വി പി ചേട്ടനായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു. പലപ്പോഴും ആ വീട്ടിൽ വരുമ്പം ഇവർ 3 പേരും പിന്നെ മറ്റു 2 പിള്ളേരും, ആൺപിള്ളേരും, 5 പേരും ഉണ്ട് അവിടെ. അന്ന് തൊട്ടേ അറിയാം. പിന്നെ മലയാള സിനിമയിൽ ഒരു വ്യത്യാസമുള്ളത്, ഞാൻ വിജി തമ്പിയാണ് മലയാള സിനിമയിൽ. എന്നെ വേണിച്ചേട്ടാന്ന് വിളിക്കുന്ന 3-4 പേരേ ഉള്ളൂ. ഒന്ന് ഇരിക്കുന്ന പൊടി, ഉർവശി, കൽപ്പന, കല, ഇവരെല്ലാം ഇപ്പോഴും എന്നെ വേണിച്ചേട്ടാന്ന് വിളിക്കുന്നത്. എന്റെ യഥാർത്ഥ പേര് വേണുഗോപാൽ എന്നാണ്. ഇപ്പോഴും എന്നെ വേണിച്ചേട്ടാന്ന് വിളിക്കുന്ന അതൊരു പുതിയ വെളിപ്പെടുത്തൽ. വിജി തമ്പിയാണ്, വേണുഗോപാലൻ തമ്പിയാണത്. വേണുഗോപാലൻ തമ്പിയാണോ വിജി തമ്പി? ഞങ്ങൾ ഇത്രയും നാള് വിജി തമ്പി അതേതായാലും ഇവിടെ അനൗൺസ് ചെയ്ത് നന്നായി. അപ്പൊ അത്ര ചെറുപ്പം തൊട്ടേ അറിയാന്നുള്ളതാണ്. പക്ഷെ എനിക്കൊന്നും ഉർവശിയായിരിക്കും എൻ്റെ സിനിമയിൽ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളൂ. കൽപ്പന അധികം അഭിനയിച്ചിട്ടില്ല എൻ്റെ സിനിമയിൽ. കൽപ്പന എൻ്റെ സിനിമയിൽ ആദ്യം അഭിനയിക്കുന്നത് ഈ ഉർവശി പ്രൊഡ്യൂസ് ചെയ്യുന്ന പിടക്കോഴി നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതിനുശേഷം പിന്നെ മറ്റു സിനിമകളിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്നാൾ ആരോഗ്യശ്രീമാരിൽ അഭിനയിച്ചു. പിന്നെ കുടുംബ കോടതിയിൽ അഭിനയിച്ചു. ഈ 3 സിനിമകളിലേ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ 3ഉം നല്ല കഥാപാത്രങ്ങളാണ്. പിന്നെ അത് പിടക്കോഴി നൂറ്റാണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ റോളാണ്. പൊന്നപ്പനും. അതായത് കൽപ്പന ചേച്ചി 2 റോളാ. പൊന്നമ്മയെന്ന് പറഞ്ഞ് പെണ്ണായിട്ടും ഉണ്ട്, പൊന്നപ്പനായിട്ട്. സാധാരണ ആണുങ്ങൾ സ്ത്രീവേഷം കെട്ടാറുണ്ട്, സ്ത്രീകൾ ആൺവേഷം കെട്ടുന്നത് അധികം ഇല്ല. മാത്രല്ല അതൊരു കോമഡി സീനല്ല. ആ ചെറുക്കനോട് അവനവർ ആ ഒരു വിവേചനം കുടുംബത്തിൽ ആമ്പിള്ളേർക്ക്
പ്രത്യേക പരിഗണനയും പെണ്ണിന് പരിഗണന ഇല്ല എന്നുള്ളതുകൊണ്ട് ഒരു പുരുഷ ഉദ്യോഗിയായി മാറിയതാണ്. അപ്പം അവനോടൊരു അസൂയയും ദേഷ്യവും ഉണ്ട്. അപ്പം അവനും ഒരിത്തിരി വില്ലനായിട്ടാണ് വരുന്നത്. ആ റോഡിൽ വരുന്നതൊക്കെ നമ്മുടെ യദുകൃഷ്ണൻ മോഡലിലൊക്കെയാണ് വരുന്നത്. താടിയൊക്കെ വെച്ച് നേരെ അവിടെ നിന്ന് അന്നത്തെ യദുകൃഷ്ണന്റെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. പിഞ്ചിലെ പഴുത്തത് ഒരു ഇതൊക്കെയാണല്ലോ. അതേപോലെയാ വരുന്ന വന്ന് പെങ്ങളുമായിട്ടൊരു വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, അങ്ങനെ പോന്നോ. അല്ല അത് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മ ഓർമ്മയാണെന്നറിയില്ല, ഇത് വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യാന്ന് വെച്ചിരുന്നാണ്. കൽപ്പനയാണ് പറഞ്ഞത് ഞാൻ ചെയ്യാന്ന്. ഓണാണ് ഞാൻ തന്നെ ചെയ്യാൻ. എനിക്ക് അത് ഭയങ്കര ബോറാവും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം കൽപ്പന അങ്ങനെയുള്ള ഇന്നസെന്റ് ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇടയ്ക്കൊരു അങ്ങനത്തെ ഒരു ഫുൾ ഫെമിനൈനായിട്ടൊരു സ്ത്രീ ഇങ്ങനെ കാണിക്കാന്ന് പറയുമ്പോൾ എങ്ങനെയാ ശരിയാവുന്ന. പിന്നെ അത് കോമഡി ആയിട്ട് തോന്നിയാലും തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ശരിക്കും അയ്യോ ഗംഭീരായിട്ട് ദിലീപ് അഭിനയിച്ചിട്ടുണ്ട് തോന്നല്ലേ ആ പടത്തില്. റെക്കമെൻഡേഷനിലാണ് ഇവന്റെ രണ്ടാമത്തെ പടം. മലയാള മാസം ചിങ്ങം 1 എന്ന് പറയുന്ന ഒരു സിനിമയില് ദിലീപേട്ടന്റെ ഹീറോയിനാണ്. ദിലീപേട്ടന്റെ നായികയായിട്ട് തന്നെയാണ് ആ സിനിമയില് അഭിനയിച്ചിരിക്കുന്നത്. മലയാള മാസം ചിങ്ങം 1 എന്ന് പറയുന്ന ഡയറക്ട് ചെയ്ത് കുടുംബകോടതി സാറ് ചെയ്ത കുടുംബകോടതി. കുടുംബകോടതിയിൽ ദിലീപല്ലേ, ദിലീപാണ് ഹീറോ. കൽപ്പന എന്റെ പേരായിട്ട് സെൻട്രൽ ക്യാരക്ടറാണ് അതില്. അവന്റെ ക്ലൈമാക്സ് ഒക്കെ പൊളിക്കണ കൽപ്പന. ഗുണ്ടൂർ പാർവതി. അതായത് ഈ ഹ്യൂമർ ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുള്ളൊരു കാര്യം, ഈ കമാൻഡിങ് പവർ. ബാക്കി സെന്റിമെന്റ്സ് അഭിനയിക്കല് കാര്യങ്ങളൊക്കെ ഓക്കെ വെച്ചോ, ഇച്ചിരി സെന്റിമെന്റ്സ് അഭിനയിച്ചാൽ അഭിനയിച്ചു എന്ന് തന്നെ നാട്ടുകാർ ഇപ്പൊ പറയുള്ളൂ, അതൊക്കെ ശരിയാ. പക്ഷെ നമ്മൾ കമാൻഡ് ചെയ്താൽ ആളുകൾ അംഗീകരിക്കണമെങ്കിൽ വേറൊരു റേഞ്ച് വേണം നമ്മൾ. അല്ലെങ്കിൽ എത്ര ആണെങ്കിലും വിവരം ചെയ്ത ആൾക്ക് ബാക്കി എല്ലാ ഇമോഷൻസും പോയാലും ഒരാളെ കമാൻഡ് ചെയ്തൊരു 4 പേരെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാടാണ്. പക്ഷെ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ സിനിമയിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു അല്ല, അതിനു വേണ്ടി എടുത്തൊരു വിദ്യയാണ് തെലുങ്ക്. കാര്യം ഇപ്പം രമേശ് പറഞ്ഞതുപോലെ ഇപ്പം മലയാളത്തിൽ കഥാപാത്രമാണ് കൽപ്പന ചെയ്തെങ്കിൽ കൽപ്പനയ്ക്ക് ഒരു ഹ്യൂമർ ഇമേജ് ആണല്ലോ ഉള്ളത്. അതെ, കൽപ്പന മലയാള ഭാഷയോട് ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ കമാൻഡ് ചെയ്തതെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ഈ രീതിയിൽ തന്നെ എടുക്കത്തില്ല. ശരിയായിരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ ഭാഷ മാറ്റി അന്നത്തെ ആൾക്കാർ കാര്യം കോമഡി ആയിട്ട് എടുക്കത്തുള്ളൂ. ഇത് കോമഡി വേണം, പക്ഷെ കോമഡിക്ക് അപ്പുറമായിട്ട് ഒരു മനസ്സിലായ്മയുടെ ഒരു സീരിയസ്നെസ് ഉണ്ടല്ലോ. അങ്ങനെയാണ്. തമിഴാണെങ്കിൽ പോലും കുറച്ച് ആൾക്കാർക്ക് ഇവിടെ അറിയാം, തെലുങ്ക് ആർക്കും അറിയില്ല. ഇവിടെ ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള മറ്റൊരു പ്രഗത്ഭനായ സംവിധായകൻ കൽപ്പന ചേച്ചി ഈ അവസരത്തിൽ ഓർക്കുന്നു, സംവിധായകൻ ജോസ് തോമസ്. കൽപ്പന എന്ന നടി, അവരെ വെച്ചൊരു സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എൻ്റെ ഒരു നിർഭാഗ്യമാണ്. അത്രമാത്രം അതുല്യ കലാകാരിയായിരുന്നല്ലോ കൽപ്പന. പക്ഷെ കൽപ്പനയുമായി ഞാൻ ആത്മബന്ധമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് സ്റ്റേജ് ഷോകൾ വിദേശത്തൊക്കെ പോയി ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് മോളുണ്ടായപ്പോൾ അവളെ കാണാൻ വീട്ടിൽ വരികയും ഗിന്നസ് പക്രവുമായിട്ടാണ് ഒന്നിച്ചു വന്നത്. ഒരു സ്വർണ്ണ പാദസരം അവൾക്ക് സമ്മാനിച്ചു നോക്കി ഇന്നും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ആ അതുല്യ കലാകാരിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. ഒപ്പം അവർ ചെയ്തിട്ടുള്ള അതിമനോഹര കഥാപാത്രങ്ങൾ, മനുഷ്യരെ പൊട്ടിച്ചിരിപ്പിച്ച പൊട്ടിക്കരയിച്ച കഥാപാത്രങ്ങളുമുണ്ട്. എല്ലാവരും കൽപ്പനയെ ഒരു കോമഡി ക്യാരക്ടർ ചെയ്യുന്ന നടിയായിട്ടാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ അതല്ലാതെ വളരെ സീരിയസ് കഥാപാത്രങ്ങൾ. എന്തിന് അരവിന്ദന്റെ പോക്കുവയിൽ അഭിനയിച്ച കൽപ്പനയെ എത്ര പേർക്കറിയാം? അതുകൊണ്ട് തന്നെ അതുല്യ കലാകാരിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആ ഓർമ്മകൾ ഇന്നും പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം ഈ അമൃത ടെലിവിഷനിലെ ഓർമ്മയിൽ എന്ന പരിപാടിയിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഹ്യൂമർ വേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതെന്താന്ന് വെച്ചാല് വലിയ നമ്മളിപ്പോ ഗുണ്ടൂർ പാർവതി എന്നൊക്കെ പറയുന്ന കഥാപാത്രം കൊണ്ടുണ്ടെങ്കിൽ ഈ പോപ്പുലറായ വേറെ ഒരു സെറ്റ് കഥാപാത്രങ്ങൾ ഇരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഗാന്ധർവത്തിലെ നടി കൊട്ടാരക്കര കോമളം എന്ന് പറയുന്ന ഒരു അത് ഇത്ര മീഡിയ മാറി മൊബൈൽ വന്നാലും തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന സീനുകളിലൊന്നാണ് മറ്റേ താത കണ്ണൻ തപമാനത്തിൽ എന്റെ നാഥ എന്നും പറഞ്ഞ് കൽപ്പന ചേച്ചി ചാടിക്കേറി കെട്ടിപ്പിടിക്കുന്നത്. നമുക്ക് ഒരാളെ കൂടെ വിളിക്കണം. ഇപ്പം നിസാർക്കയുടെ പേര് പറഞ്ഞ സ്ഥിതിക്ക് നിരവധി നല്ല വേഷങ്ങൾ കൽപ്പന ചേച്ചിക്ക് സമ്മാനിച്ച, കൽപ്പന ചേച്ചിയുമായി ദീർഘനാളത്തെ ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന, ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സംവിധായകൻ, അദ്ദേഹത്തെ ഞാൻ ഓർമ്മയിലെന്നും കൽപ്പന എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട നിസാർക്ക്.
നിസാർക്ക, നമസ്കാരം. സ്വാഗതം നമ്മുടെ ഷോയിലേക്ക്. നേരത്തെ ഇപ്പം യാദൃശ്യമായിട്ട് ഞങ്ങൾ സിനിമയെ പറ്റി, മലയാള മാസം ചിങ്ങൊന്നിന് എന്നുള്ള സിനിമയെ പറ്റി പറഞ്ഞു. അപ്പോൾ അശ്വൻ ചേട്ടൻ യാദൃശ്യമായിട്ട് നിസാർക്കയുടെ പേര് പറഞ്ഞു. ആ സമയത്ത് ദിലീപേട്ടൻ്റെ നായികയായിട്ട് അങ്ങനെ അതുപോലൊരു കഥാപാത്രത്തിലേക്ക് കൽപ്പന ചേച്ചിയെ എങ്ങനെയാണ് ഓർത്തത്, എത്തപ്പെട്ടത്? അത് പിന്നെ അതിൽ കൽപ്പന തമിഴ് കൾച്ചറുള്ള ഒരു ഇത് രുക്കു എന്ന് പറയുന്നത്. റുക്കു എന്ന് പറഞ്ഞ്, അപ്പം അത് കറക്റ്റ് എല്ലാവരും പറഞ്ഞത് കൽപ്പന ചേച്ചി തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് കൽപ്പനയെ വിളിക്കുന്നത്. ദിലീപിൻ്റെ ഭാര്യയായിട്ട് എപ്പോഴും ഭർത്താവ് പോകുന്നതിന് മുമ്പ് രാവിലെ എല്ലാം എന്തെങ്കിലും വികൃതികൾ കാണിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി ഓരോ ദിവസവും ഓരോ മാർക്ക് വെച്ചാണ് വിടുന്നത്. വരുമ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് കേട്ടുക. അങ്ങനത്തെ ഫുൾ ഹ്യൂമറിൽ കളിച്ച് ഒരു സംഭവമാണ്. അല്ല, അതാ ശരിക്ക് വേറൊരാളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആരാണ്? ഒരിക്കലുമില്ല, ആരുമില്ല. ഫൈനൽ ഡിസ്ക് അത് ഞങ്ങൾ പണ്ട് നിസ്താർക്കയുടെ പടം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആലുവ പാലസ് ഇങ്ങനെ കുറേ ഹോട്ടലുകളുണ്ട് ഞങ്ങൾക്ക്. അവിടെ ഇരുന്ന് ഫുൾ കഥ കേട്ടിട്ട് അവിടെ ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പൊ ദിലീപിന് എപ്പോഴും കൂടെ വേണമല്ലോ നമ്മള്. അന്ന് പിന്നെ അതിന് പകരം കൽപ്പന അല്ലാതെ വേറെ ആരും ഇല്ല. അത് വേറെ ഒരു പകരം ഒരാളുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ കൽപ്പന 100% കറക്റ്റാണത്. അതുപോലെ തന്നെയാണ് തിരുമന്നാർമിയിലെ കാതിക, ഇടപ്പള്ളി സിസ്റ്റേഴ്സ്. അപ്പം അത് അതിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കൽപ്പന തന്നെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിസാർക്ക, ഞാനിങ്ങനെ അമ്മയോട് ചോദിച്ചു, അമ്മ ഒരു സ്റ്റൈല് പറഞ്ഞു തന്നു, ആ ചുണ്ടുകൊണ്ട് ഒരു ഇതും പിന്നെ മുടി കൊണ്ട് ഒരു സ്റ്റൈലും, അത് ചെയ്യാം, ഞാൻ പഠിച്ചു വെച്ചിരിക്കുക, അത് ചെയ്യാം എന്ന് പറഞ്ഞാൽ ജനാർദ്ദൻ ചേട്ടൻ ദിലീപ് ഇവരുമായിട്ടാണ് കോമ്പിനേഷൻ. അപ്പം ഇവർ സ്റ്റേജിൽ വന്ന് ആദ്യമേ പറയും, കാതികയല്ല, കലാകാരിയല്ല, ഞാൻ കേവലം ഒരു വിദ്യാർത്ഥി മാത്രമാണ് ഇന്നാൻ. അപ്പം ജനാർദ്ദൻ ചേട്ടൻ പറയും, അവർ തന്നെ പറയുന്നു കാതികയല്ല, കലാകാരിയല്ല, പിന്നെ എങ്ങനെ ഇവരെയും കൊണ്ട് ഗൾഫിലേക്ക് പോകുന്നത്? അപ്പോൾ പറയും, സാറേ ഇത് അംഗത്തിൽ കയറുമ്പോൾ തട്ടേ കയറുമ്പോൾ മട്ടുമാറുന്നു. അതിപ്പോ നേരത്തെ തുടക്കത്തിൽ ഉർവശി പറഞ്ഞിരുന്നു എന്തായിരുന്നു ചെയ്യാത്തത് എന്ന് കണ്ടുപിടിക്കാനാണ് പാട് എന്നുള്ളത്. ഇപ്പോ എനിക്കൊന്ന് ജയറാമേട്ടനും ഇന്നസെന്റിനൊക്കെ ഉള്ളൊരു സിനിമയിൽ ഇടയ്ക്ക് ലാലേട്ടനായിട്ട് കുറെ നേരം തൊപ്പിയൊക്കെ വെച്ച് വന്നിട്ട് അഭിനയിക്കുന്നുണ്ട് കൽപ്പന ചേച്ചി. സൂര്യപുത്രനില് ജയറാമിന്റെ സിനിമ. അശ്വൻ ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ, കോമ്പിനേഷൻ കിട്ടാൻ വലിയ ആഗ്രഹമാണ്, അത്രയും ടൈമിങ് കാര്യങ്ങളുള്ളത്. അതില് ഒരു സമയത്ത് ഇവരുടെയൊക്കെ പോലെ തന്നെ ഈ ജഗതി ചേട്ടൻ എന്ന് പറയുന്നത് നമ്മൾ കോമഡിയുടെ ഏറ്റവും എക്സ്ട്രീം ടൈമിങ്ങും ഓർക്കാപ്പുറത്ത് കയ്യിൽ നിന്ന് പലതും ഇടുമെന്നും ഓൺ ഷോട്ട് ഇംപ്രവൈസ് ചെയ്യുമെന്നൊക്കെ പറയുന്ന സമയത്ത് ജഗതി ചേട്ടൻ്റെ ഒപ്പം ഒരുപാട് പടങ്ങളിൽ ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞാൽ ഒപ്പത്തിനൊപ്പം പിടിച്ചു നിന്നിട്ടുള്ള വേഷങ്ങൾ. ഇപ്പം ഇവര് മറ്റേ വൈഷ്ണവ ജനത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ആലിബാബ 6 കള്ളന്മാരൊരു പടത്തിൽ ഇവര് ഹിന്ദി പാട്ട് പാടി പറ്റിക്കാനുണ്ട്. നമ്മൾ നോക്കി ഒപ്പത്തിനൊപ്പ. ഇനി CID ഉണ്ണികൃഷ്ണൻ എടുത്താൽ അതില് അവലോസുണ്ട് എനിക്ക് തരും, ആന്തൂരെ ഞാൻ നിനക്ക് തരും, അടുക്കളയും ആരാമവും തമ്മിലൊരു കാര്യമാണ്. ഒരു അടുക്കളക്കാരിയും തോട്ടക്കാരനുണ്ട്. ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞാല് ഒരേ ലെവലിൽ അത്രയും ഇതായിട്ട് പിടിക്കുന്നത് അല്ലേ? സിനിമയിലുണ്ട്, അത് ഞാനുള്ള സിനിമയിൽ തന്നെ തോന്നുന്നു. അമ്പിളിങ്ങളിനോട് ഇത് ആലോചിക്കണം, അമ്പിളിങ്ങൾ മിനിച്ചേച്ചി കാണുന്നത് ഈ പ്രായത്തിലാ. അപ്പം അപ്പോ ജോഡിയായിട്ട് അഭിനയിക്കുന്നത് ജോഡിയായിട്ട് അഭിനയിച്ചപ്പം ഇല്ല മക്കളെ ജോഡിയായിട്ട് അഭിനയിക്കുമ്പോൾ അങ്കിളെന്ന് വിളിച്ചാൽ അന്നത്തെ മേക്കമ്മമാരൊക്കെ നമ്മൾ ഉദ്ദേശിക്കും, നായികയായിട്ട് അഭിനയിക്കുമ്പോൾ ഇങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല, മോശമാണെന്ന് അങ്ങനെ മാറ്റിയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ജഗദീഷ് ചേട്ടനായിരിക്കും കൽപ്പനയ്ക്ക് ഇത് പറഞ്ഞു കൊടുത്തതല്ലേ എന്ന് പലരും ചോദിക്കും എൻ്റെ അടുത്ത്. സത്യം പറഞ്ഞാൽ വൈഷ്ണവ ജനത്തോ അമ്മയെ വിളിച്ചു ചോദിച്ചിട്ട് അമ്മ പറഞ്ഞതാണ് ആ ക്യാരക്ടറിന്. അമ്പിളിയെങ്കിലും അമ്മയോട് ചോദിക്കും, അമ്മണി ചേച്ചി ചോദിക്കും, മക്കളെ എന്താന്ന് ചോദിക്കും. അപ്പം അമ്പിളി എന്തോ സീൻ അമ്പിളി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കും അമ്മയാ. ഈ പഴയ സംഭവങ്ങളും മാനറിസവും ഒക്കെ അതാണ് അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഈ ജഗതി ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത സീരിയല് നിസാർക്ക ഉണ്ട്, അതിൽ കൽപ്പന കൽപ്പനയും ജയചേട്ടനുമാണ് ജോഡി. അത് നിസാർക്ക പേരെന്തുവായിരുന്നു, എന്ത് പ്രത്യേക പേര്? എല്ലാം മായാജാലം. എല്ലാം മായാജാലം. വേറൊരെണ്ണം ചെയ്ത് എന്തോ ഒരു ഞാൻ ചെയ്ത കൊച്ചു ത്രേസി കൊച്ചെന്ന് പറഞ്ഞു. അതുമല്ല, മലയാളം അല്ലാത്ത പോലെ ഒരു പ്രത്യേക പേരില് കുക്ക ഹുവ മിക്കാഡോ ആണ്. അത് തന്നെ, കുക്ക ഹുവ മിക്കാഡോ. ഇത് എന്തുവാ എനിക്ക് ഒന്നും മനസ്സിലായി. ഞാൻ ചോദിച്ചു അമ്പിളിങ്ങൾ ഇത് എന്തുവാ? കുക്ക ഹുവ മിക്കാഡോ എന്നൊരു പേരിൽ ഒരെണ്ണം ചെയ്തു. ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ജഗദീശന്റെ അച്ഛൻ എന്നെ ആചാര്യ സാർ എഴുതിയിട്ടുള്ള ഒരു പഴയ നാടകമാണ്. അത് വേറെ ഏതോ ഭാഷയാണത്, ഉക്ക ഹുവ മിക്കാഡോ എന്ന് പറയുന്നത്.
ആ ആ നാടകം സീരിയലാക്കിയ ടെലിവിഷൻ പരമ്പരയാക്കിയാലാണ് ഇതുള്ളത്. ആണ് ആചാര്യങ്ങളില്ല, പക്ഷെ അത് നമുക്ക് പേര് ക്യാച്ച് ചെയ്യാത്തോണ്ട് തകർന്നു പോയൊരു സാധനം അത്. എല്ലാ മായാജാലം നല്ല അതൊക്കെ നല്ലതായിരുന്നു. അതുപോലെ ത്രേസ്യ കൊച്ചിലെ 75 വയസ്സായ പിന്നെ ത്രേസ്യ കൊച്ചായിട്ടായിരുന്നു അത്. എന്ന് വെച്ചാൽ ഒരു മാസത്തിൽ 10 ദിവസം വീതം ഞങ്ങൾ ഒരു കൊല്ലം ഉണ്ടായിരുന്നു. പൊടിമോളെ മോളെ പിന്നെ കൽപ്പനയുടെ മോളെ രണ്ടുപേരും സെറ്റിലൊക്കെ കൊണ്ടുവരുമായിരുന്നു. ഈ സഹവേഷങ്ങളിൽ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ളതിനകത്ത് കൂടുതലും ഒരുപോലുള്ള കോമഡി കഥാപാത്രങ്ങളായിരുന്നു എന്നുള്ളത് ഒരു വലിയ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നഷ്ടം പോലെ തോന്നിയിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും ഈ നായിക എന്നുള്ളത് അവളാണ് നായിക, മാറ്റി അവളുടെ കുറ്റമല്ല. വളർന്നു വന്നതെല്ലാം ആ പ്രോത്സാഹനങ്ങൾ കിട്ടിയാണ്. കാരണം കൊച്ചിലെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു തികഞ്ഞ നടിയായിരുന്നു ചെറുപ്പം മുതലേ. നല്ല ഡാൻസർ. അതങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കാൻ ആദ്യം വന്നത് അവളാണ്. ചെന്നൈയിലോട്ട് ആദ്യം അഭിനയിക്കാനായിട്ട് പുറപ്പെട്ട് ഒരു ചെന്നൈ കാണാൻ പോയത് മിനിച്ചേച്ചിയുടെ ഒപ്പമാണ് ഞാൻ. വെറുതെ കൊണ്ടുപോയതാ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഡയറക്ടർ പറഞ്ഞു, ഇത് രണ്ടും കൂടെ അഭിനയിച്ചാൽ എങ്ങനെ ഈ പടത്തിൽ കൂട്ടുകാരായിട്ടാ. ഈ ഭാര്യ മരിച്ചുപോയ KP ഉമറിന് എന്തോ അവിഹിതത്തിലുണ്ടായതാണ് ഈ പെൺകുട്ടികളെന്ന് വിചാരിക്കും. കാരണം അത്തരം സിനിമകൾ ഈ ബേബി സുബതിയുടെ ഡബിൾ ആക്ഷനൊക്കെ കണ്ടിട്ടിരിക്കുക. അപ്പോൾ എന്താ എന്ത് ചെയ്യാനെന്നൊക്കെ. അപ്പം ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അവർക്ക്, മൊത്തം ഇതിലും ഉടുപ്പിടാതെ അഭിനയിക്കുന്ന തരത്തിൽ വേണം. അങ്ങനെ എന്നെ ഉടുപ്പിടാതെ ആ പടത്തിൽ KP ഉമറിൻ്റെ മകളായിട്ട് എടുത്തു. അതാണ് കതിർമണ്ഡപം. മിനിച്ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് എനിക്ക് മുടി കെട്ടാനും ഒക്കെ നിന്ന് തന്നതും ഒക്കെ. അതാണോ കൽപ്പന ചേച്ചി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വെച്ച വേഷം ഞാൻ അഭിനയിക്കാൻ പോയതാണ് പിന്നെ ഞാൻ ചെയ്ത് ആർട്ടിസ്റ്റ് ആയത്. അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി അങ്കിളിൻ്റെ സ്വന്തമെന്ന പദത്തിൽ മിനിച്ചേച്ചി ചെയ്യാനുള്ള റോളാണ് കലച്ചേച്ചി മതി. കാരണം ശ്രീവിദ്യയുടെ മക്കളായിരിക്കണം, അമ്പിയ ചേച്ചിയുടെ അനിയത്തി ആയിരിക്കണം. അപ്പോൾ കലയായിരിക്കും കൂടുതൽ ചേർന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ വരുന്നത്. അവൾക്ക് പകരക്കാരായിട്ട് വന്നവരാ. ഈ സീരിയല് എല്ലാ മാസവും 10 ദിവസം വീതം 10 ദിവസം വീതം ഉണ്ടായിരുന്നു. ഒരു കൊല്ലത്തോളം ഉണ്ടായിരുന്നു. അതെ അതെ അതെ. ഈ കൊച്ചു ത്രേസ്യ കൊച്ചു എന്നൊക്കെ പറയുന്ന സീരിയൽ ചെയ്യുമ്പോൾ അതൊരു മെയിൻ ക്യാരക്ടർ ആണല്ലോ ചെയ്യുന്നത്. മെയിൻ ക്യാരക്ടർ. അതായത് ആ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ത്രേസ്യ കൊച്ചു ഇടപെട്ടില്ല നടക്കത്തില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു അത്. ചട്ടയും മുണ്ടും വിട്ട് വിക്കും വെച്ച് രാവിലെ അതെല്ലാം ഇതാണ്. പിന്നെ ഈ മോഡേൺ കോസ്റ്റ്യൂം കാണുമ്പം ഏറ്റവും കൂടുതൽ അവളാണ് മോഡേൺ വീട്ടിൽ. അവളാണ് നല്ല ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതും. എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതും ഫംഗ്ഷന് പോകുമ്പം അവൾ പറഞ്ഞു തെറ്റില്ലെങ്കിൽ പറഞ്ഞ് കൊല്ലും എന്നെ. ഈ പിന്നെ ഗൾഫ് പ്രോഗ്രാമിനൊക്കെ പണ്ട് പോകുമല്ലോ, ഞങ്ങൾ ഒരുമിച്ചല്ലേ പോവുള്ളൂ എല്ലാത്തിനും. പോകുമ്പോൾ ഇവിടുന്ന് ഞാൻ ഇടാന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്ന എനിക്ക് ക്ലാസ് കളേഴ്സും അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമുള്ളൂ. ഗ്രേ, ആഷ്, മാക്സിമം ബ്രൈറ്റ് കളേഴ്സിൽ വെള്ളയൊക്കെ ഇടാൻ ഇഷ്ടമുള്ളൂ. ഈ ഇത്തരം ഒന്നും എൻ്റെ പേഴ്സണൽ ഇഷ്ടങ്ങളല്ല ഞാൻ ഈ ചെയ്തുകൊണ്ട് വന്നേക്കുന്നതൊക്കെ. ഇവിടെ ഉള്ളവർ എന്നെ ഒരുക്കി വിടുന്നത് വരുന്നേ ഉള്ളൂ. പക്ഷെ മിനിച്ചേച്ചിക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. ത്രേസ്യ കൊച്ചു സീരിയൽ നടക്കുമ്പോഴത്തേക്ക്, ഈ ആഴ്ചയിൽ ടെലികാസ്റ്റ് നടക്കുമ്പോഴത്തേക്ക് എപ്പിസോഡ് പോവുകയും ചെയ്യണം. കൽപ്പന തന്നെ ഡബ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഒരു ദിവസം ആലപ്പുഴ ഉള്ളപ്പോഴത്തേക്ക് തീർത്തും ഷൂട്ടിങ്ങിന് വരാനൊക്കത്തില്ല. അതുപോലെ പനി പിടിച്ച് കിടക്കുക. അപ്പോൾ പ്രൊഡ്യൂസറും ചാനലുകാരും എല്ലാം ടെൻഷനായി. എപ്പിസോഡ് കിട്ടിയാത്തൊരവസ്ഥ വരുമ്പോൾ ഞാൻ വിളിച്ചു എന്താണ് എന്നുള്ളത്. അപ്പോൾ ആലപ്പുഴ അനിലിൻ്റെ വീട്ടിലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇക്ക ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇങ്ങോട്ട് വാ, നമുക്കിവിടെ ചെയ്യാം. അയ്യോ, ഞാൻ പറഞ്ഞു തീർത്തും വയ്യത്തെ സൗണ്ട് പോലും വല്ലായിരിക്കുന്നു. അതൊന്നും കാര്യമല്ല, നമുക്കിതാ കാര്യം എന്ന് പറഞ്ഞ് ഞങ്ങൾ വെളുപ്പിനെ 5 മണിയാകുമ്പോൾ എല്ലാവരും, ക്യാമറ, ഡയറക്ടർ, പ്രൊഡ്യൂസർ എല്ലാവരും കാറെടുത്ത് ആലപ്പുഴ വരും. ആലപ്പുഴ വന്ന് ആ വീടിൻ്റെ സൈഡിൽ വെച്ച് തന്നെ വയ്യാത്ത ഇത് നിൽക്കാൻ പോലും മേലാത്ത അവസ്ഥയാണ്. അതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ പ്രയാസം തോന്നും. മുഴുവൻ തീർത്ത് ഡബ് ചെയ്ത് ഒറ്റ എപ്പിസോഡും പോലും മുടക്കാതെ അവിടെ വന്ന് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയാം. അതുപോലെ തന്നെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഭാര്യയോടും എൻ്റെ പിള്ളേരോടും സംസാരിക്കുക. എൻ്റെ 2ാമത്തെ മോടെ കല്യാണത്തിന് അന്ന് വിശേഷണം വേണ്ടത്, അനന്തപുരം കല്യാണം വേണ്ടത്. അവിടെ വന്ന് ഫുഡ് ഞാൻ അവിടുന്ന് കഴിക്കുന്നില്ല, എനിക്ക് റൂമിൽ കൊടുത്തു വിടണം, വെജിറ്റേറിയൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് കൊടുത്തു വിടുകയും ഒക്കെ ഒരു കുടുംബ സുഹൃത്തിനെ പോലെയായിരുന്നു കൽപ്പന. ഇതുപോലെ എനിക്ക് വലിയ അനുഭവമുള്ളത്, ഞാൻ സിനിമയിൽ എൻ്റെ 3 സിനിമയിൽ അഭിനയിച്ചുള്ളെങ്കിലും ഏകദേശം 1 മാസത്തിൽ ചെല്ലുവാനും ഞങ്ങൾ ഒന്നിച്ച് അമേരിക്കയിലുണ്ടായിരുന്നു ഷോയ്ക്ക് പോയത്. അത് അമ്പിളിച്ചേട്ടനും കൽപ്പനയാണ്, അതായത് ജഗദീഷ് കുമാറും കൽപ്പനയും. അവര് അങ്ങ് ഇളകി ആടിയ ഒരു ഷോ ആയിരുന്നത്. അതിന് മുമ്പ് പല ആൾക്കാരുടെ ഷോ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു ഹിറ്റായത്, അതായത് ഞങ്ങളൊരു വളരെ കുറച്ച് സ്റ്റേജുകൾ പ്ലാൻ ചെയ്താൽ പോയത്. പിന്നെ ഓരോ സ്ഥലത്തു നിന്ന്, എല്ലാ സ്റ്റേറ്റിൽ നിന്ന് വന്ന് ഇത് അവിടെ കളിക്കുന്നു അങ്ങനെ എക്സ്റ്റെൻഡായി പോയി 1 മാസത്തോളം. അമ്പിളിച്ചേട്ടൻ 2 ആഴ്ചത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ വന്നത്.
അവസാനം പുള്ളി ഇവിടെ വിളിച്ച് പല പടങ്ങൾ ക്യാൻസൽ ചെയ്ത് പലരുമായിട്ട് വഴക്കായി, പ്രശ്നമായി. അവസാനം അത് കൽപ്പന ചേട്ടാ നോക്കൂ, നിൽക്കാം. കാരണം അതൊരു ഭയങ്കര ലഹരിയായി മാറി. അത് സ്റ്റേജ് തന്നെ ഭയങ്കര കോമഡിയാണ്. കാരണം വെച്ചാൽ നമ്മളൊരു റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഉമ്മ പറയുള്ളൂ. വട്ടം കൂടി നിന്നിട്ട് റിഹേഴ്സലിൻ്റെ ആവശ്യമില്ല. കൽപ്പന ഉള്ളവർക്ക് കോമ്പിനേഷൻ സംഭവങ്ങൾ കംപ്ലീറ്റ് ആകുമ്പോൾ വട്ടം കൂടി ഇരുന്ന് പറഞ്ഞാൽ പിന്നെ തട്ടേ കാണാമെന്ന് പറയും പുള്ളിക്കാർ. പറയും നമുക്ക് തട്ടേ കാണാം. അതുപോലെ തന്നെ സിനിമയിലും ഇങ്ങനെ ഒരു ടോക്കുണ്ട്. ഡയറക്ടർ നമ്മൾ കുറച്ച് പടങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡയറക്ടറോട് ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷനിൽ ഞങ്ങൾ പറയും കട്ട് പറയണ്ടട്ടാന്ന് പറയും സീൻ തീരുമ്പോൾ. കാരണം സീൻ തീർന്നു കഴിഞ്ഞാലും കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും. അത് കൽപ്പനയായിട്ട് ഒരു മിനിറ്റ് എന്നൊക്കെ പറയും. 1 മിനിറ്റ് കഴിഞ്ഞിട്ടേ അല്ലെങ്കിൽ 1/2 മിനിറ്റ് കഴിഞ്ഞിട്ടേ കട്ട് പറയാവുള്ളൂ എന്ന് പറയും. അപ്പോഴേ നമ്മൾ വിചാരിച്ചോണം എന്താ വെച്ചാൽ റിഹേഴ്സലിൽ കാണിക്കാത്ത കുറച്ച് കാര്യം വെരി എൻഡിൽ കാണിക്കും. അത് ഭയങ്കര രസമായിരിക്കും. അതൊരു ഫസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി കോമ്പിനേഷൻ ഇങ്ങനെ വന്നപ്പോൾ അത് ജയിച്ചേരനായിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കുറേ നമ്മളിങ്ങനെ കയ്യിന്നിട്ട് ചെയ്യുന്നതോടൊപ്പം വെരി എൻഡിൽ കുറച്ച് സാധനങ്ങൾ ഇപ്പം നമ്മളിടാൻ നേരത്ത് പുള്ളിക്കകത്ത് ഇങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ട് കുറേ സംഭവങ്ങളുണ്ട് കയ്യിൽ. അതനുസരിച്ച് നമ്മൾ നിന്നില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. കറക്റ്റ് അങ്ങോട്ട് കൊടുക്കണം നമ്മൾ. അത് മിടുക്കിയാണ് ആ കാര്യത്തിൽ. എനിക്ക് ഈ പശുപതിയിലെ ഹരിത മനോജ്ഞമം പോക്കണംകോട്ടില് അത് പാടുന്നതിനിടയിൽ അവസാനം തീരുമ്പോ ഒരു ഡബിങ്ങിലിട്ട പോലത്തെ ഒരു വെള്ളിയുണ്ട് വളരെ സൂക്ഷ്മമായിട്ട്. അതായത് ഈ ഹരിത മനോജ്ഞമം പോക്കണംകോട്ടിൽ 4 കാലികൾ 2 കാലികൾ വലയുന്ന നാട്ടിൽ വന്നെത്തി പശുപതി അരങ്ങനായി. ഇങ്ങനെ ഒരു സാധനം ഇടയ്ക്കൊന്ന് വിഴുങ്ങിയിട്ടൊരു സാധനം ഇടുന്നുണ്ട്. അതൊക്കെ എന്ത് അതെ. വേറെ കാര്യം പറയാം, നമുക്ക് അഭിനയിക്കാം. അപ്പൊ എന്തുകൊണ്ടും ചെയ്ത് അതുപോലെ ഡബ്യനാണ് പണി. കറക്റ്റ് മീറ്റിൽ അതേ മൂഡിന് അതിനെയൊക്കെ നന്ദി ഡബ് ചെയ്യും കൽപ്പന. ഞാനൊക്കെ പെട്ടിട്ടുണ്ട് ചില സാധനങ്ങൾ. ടൈം എടുക്കത്തുമില്ല. വരുന്ന സമയം വളരെ സാധനം തന്നെ ഡബ് ഷൂട്ടിൽ തന്ന അതേ റിസൾട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും അഭിനയിക്കുമ്പോൾ കാണിക്കാൻ പറ്റും. ഡബ് ചെയ്യാൻ ഭയങ്കര പാടാ. ഡബ് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ചിട്ടുണ്ട്. പക്ഷെ കൽപ്പന ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഡബ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ പുള്ളിക്കാരത്തി എനിക്ക് വേണ്ടി വീണ്ടും ഡബ് ചെയ്തിട്ടുണ്ട്. കാരണം അത് കോമ്പിനേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഒപ്പം നിന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഒന്നാമത് കൽപ്പന കിട്ടാൻ പിന്നെ ബുദ്ധിമുട്ടാണ്. ഞാൻ തിരക്കാകുന്നതിന് മുമ്പ് അവിടെ നിന്ന് എനിക്ക് വേണ്ടിയിട്ട് അത് വന്ന് ഡബ് ചെയ്ത് ഒരു പടം ഫുൾ നിന്ന് എൻ്റെ കൂടെ തന്നെ ചില സീനുകൾ കോമ്പിനേഷൻ ചെയ്യണമെന്ന് ഡയറക്ടർ പറഞ്ഞിട്ട് അങ്ങനെ നിന്ന് ഡബ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. എനിക്ക് ഡബ്ബിങ് പ്രാക്ടീസ് കൂടുതലുണ്ടായത് മിനിച്ചേച്ചി പറഞ്ഞിട്ടാണ്. കാരണം മിനിച്ചേച്ചിയുടെ അതേ ആ സെയിം തിൻ വോയിസ് ആയിരുന്നു എനിക്കും. പക്ഷെ ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് ചില ക്യാരക്ടേഴ്സിനല്ലാതെ എല്ലാത്തിനും അത് യോജിക്കത്തില്ലായിരുന്നു. ഉറശി മൈക്കിൻ്റെ അടുത്ത് വന്ന് സംസാരിക്ക്, കുറച്ചൊന്ന് കട്ടിയാക്കാൻ പറ്റുമോ? ഇത് 5ാം ക്ലാസ്സിലെ പെൺകുട്ടികൾ പറയുന്ന പോലെ ഇരിക്കുന്ന മോളെ അങ്ങനെ പറയാതെ, ഒരു നായികയല്ലേ, നോക്ക് ലാലേട്ടൻ്റെ മുഖത്ത് നോക്കുക, അതിൽ ഒരു ഗൗരവത്തെ പ്രണയം പറ, എന്നെ ഇഷ്ടമാണോ? അയ്യോ ഇതെന്തോ ചെയ്യൂത്, പിന്നെന്തിനാ ഡബ്ബിങ്ങിനെ വന്നത്, പറ്റത്തില്ലല്ലോ ഇത്. അങ്ങനെ ഞാൻ തിരിച്ചു പോയിട്ടുണ്ട്. മിനിച്ചേച്ചിക്ക് അത് പ്ലസ്സായി. എനിക്കെന്തോ അറിയാം, പോയി ഡബ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ വേണ്ട എനിക്ക് ഡബ് ചെയ്യണ്ട. തമിഴിൽ ഈ പ്രശ്നമില്ല. പിന്നെ ഈ ശബ്ദം ഒന്ന് കട്ടിയാക്കി എടുക്കാൻ ഞാൻ പെടാപ്പാട് ഇട്ടു. എന്റെ വോയിസ് വളരെ തിന്നെന്ന് പറഞ്ഞോണ്ട് ഈ യോധയിലൊക്കെ അതൊക്കെ കുറച്ച് ഗൗരവ സ്വരവാ. തോറ്റോണ്ടിരിക്കുവാണോ എന്നൊക്കെ വളരെ തിന്നായിട്ട് പറയുന്ന ഉള്ളൂ സ്വരങ്ങളുണ്ട്. അതുപോലും കുറച്ച് മൈക്കിന്റെ അടുത്ത് നിന്ന് ഡബ് ചെയ്തിട്ടാണ്. കുറച്ച് ദൂരെ ആക്കിയാൽ വീണ്ടും ഫീബിൾ ആവും.